കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദറിൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ജനിക്കുമ്പോൾ ദൂതന്മാർ എങ്ങനെയാണ് വിളിച്ചു പറയുന്നത്? ഇതാ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശു ലോകത്തിൻ്റെ മുഴുവനും സന്തോഷത്തിനു വേണ്ടി, ലോകത്തിൻ്റെ മുഴുവനും അനുഗ്രഹത്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നു. കർത്താവായ യേശു കാൽവറിയിൽ മരിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അവിടെ ഒരു മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ സംഘടനയുടെയോ പേര് പറയുന്നില്ല, ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നത്, അഥവാ പിതാവായ ദൈവം യേശുവിനെ ഈ ലോകത്തിൽ അയച്ചത്, തകർന്നവരായിരുന്ന നമ്മെ, ശപിക്കപ്പെട്ടവരായ നമ്മെ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി നിത്യമായ തകർച്ചയിലായിപ്പോയ നമ്മെ തിരിച്ച് ദൈവ സാന്നിധ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ചു തരുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഇന്നിവിടെ പറയുന്ന വചനം അത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണ്, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് കർത്താവേ, ഇന്നത്തെ ഈ വചനം എനിക്ക് അനുഗ്രഹമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. Till the cross, ക്രൂശ് വരെ everything could be understood. എല്ലാം നമുക്ക് മനസ്സിലാകും. But after what happened in the cross, എന്നാൽ അതിനെ തുടർന്ന് ക്രൂശിന്മേൽ എന്തു സംഭവിച്ചു? no one can understand till it was revealed by the Holy Spirit through Paul and his letters. പരിശുദ്ധാത്മാവിനാൽ പൗലോസിൽ കൂടെ തന്റെ ലേഖനങ്ങളിൽ കൂടെ അത് വെളിപ്പെടുത്തി കിട്ടും വരെയും ആർക്കും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. Even when the disciples were with Jesus, ആ ശിഷ്യന്മാർ പോലും യേശുവിനോട് കൂടിയായിരുന്നവർ at the day of Passover, ആ പെസഹയുടെ നാളിൽ they were expecting a lamb. അവർ ഒരു കുഞ്ഞാടിനെ പ്രതീക്ഷിച്ചത്. They were seeking a lamb which God had ordained in saying that they are going to do the Passover this time. ദൈവം അവർക്ക് പെസഹയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് ഒരുക്കിയിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ അവർ നോക്കുകയായിരുന്നു. Every year they would be seeking that lamb, reminding them of the Passover. എല്ലാ വർഷവും അവർ ആടിനെയാണ് തപ്പുന്നത്, കാരണം പെസഹയ്ക്ക് ആട് വേണം. Hallelujah. Hallelujah. But this Passover, എന്നാൽ ഈ പെസഹ, when Jesus said arrange the Passover, യേശു പറഞ്ഞു പെസഹയ്ക്ക് ഒരുക്കുക എന്ന് പറഞ്ഞു. they might be wondering, where is the lamb? അവരിങ്ങനെ ചിന്തിച്ചു, അത്ഭുതപ്പെട്ടു, ആടെവിടെ? Where is the lamb? ആടെവിടെ? Where is the lamb? ആട് എവിടെയാ? But after the meal, എന്നാൽ ആ ഭക്ഷണത്തിന് തുടർന്ന് Jesus took bread, യേശു അപ്പം എടുത്തു, broke the bread, അതിനെ മുറിച്ചു, gave it to his തന്റെ disciples, ശിഷ്യന്മാർക്ക് കൊടുത്തു, and said like this, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, this is my body. ഇതെന്റെ ശരീരം. They did not understand. അവർക്ക് മനസ്സിലായില്ല, They did not understand അവർക്കത് മനസ്സിലായില്ല. till Paul revealed ആ പൗലോസ് അത് വെളിപ്പെടുത്തും വരെ, through the Holy Spirit, പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തും that വരെ, Jesus Christ, who is our Passover lamb. ഓ യേശു ക്രിസ്തു ആകുന്നു നമ്മുടെ പെസഹ കുഞ്ഞാട്. Hallelujah. ഹല്ലേലൂയ. Then they would have remembered, അപ്പോൾ അവർ ചിന്തിച്ചു, മനസ്സിലാക്കി, when Jesus said, this is my body, my God, this is that lamb that was going to be slain for the sins of the whole world. ആ അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഇതാണല്ലോ ആ കുഞ്ഞാട്, നമുക്ക് വേണ്ടി മുഴുവൻ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് ഇതാണല്ലോ. Hallelujah. ഹല്ലേലൂയ. By the revelation that the Holy Spirit gave Paul, എന്നാൽ പൗലോസിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത വെളിപ്പാട്, otherwise we would not understand it. അതില്ലായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവുകയില്ലായിരുന്നു. Hallelujah. ഹല്ലേലൂയ. So till the cross,
ആ ക്രൂശ് വരെ everyone can understand. എല്ലാവർക്കും മനസ്സിലാകും. But beyond the cross, എന്നാൽ ക്രൂശിന് അപ്പുറത്തേക്ക് we will go and see what happened. നമ്മൾ പോയി എന്താണ് നടന്നതെന്ന് നോക്കാം. Last week I shared with you കഴിഞ്ഞ ആഴ്ച ഞാൻ പങ്കുവെച്ചത് what happened when Jesus went and destroyed death and the Satan which was behind giving fear to humanity. ആ യേശു കടന്നു എന്ന് മരണത്തെയും സാത്താനെയും തകർത്തു. അവർ മാനവരാശിയെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നവരാണ്. Hebrews chapter 2 verse 14 onwards. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം മുതൽ. Hallelujah. ഹല്ലേലൂയ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ പറഞ്ഞ മരണഭീതിയാൽ മരണം കഴിഞ്ഞ് എന്താണെന്ന് അറിയത്തില്ല. No one knew what will happen after death. മരണത്തിനു ശേഷം എന്താണെന്ന് ആർക്കും അറിയില്ല. But here was Jesus, എന്നാൽ ഇവിടെ ഇതാ യേശു, who destroyed the power of death. അവൻ മരണത്തിന്റെ അധികാരത്തെ തകർത്തു. Came out alive. ജീവനോടെ വെളിയിൽ വന്നു. Showing us നമുക്ക് കാട്ടി തരികയാണ് that our life does not end in the grave. It begins from our coming out of the body. നമ്മുടെ ജീവിതം അത് കല്ലറ കൊണ്ട് അവസാനിക്കുകയല്ല, മറിച്ച് അവിടം കൊണ്ട് തുടങ്ങുകയത്രേ. Hallelujah. ഹല്ലേലൂയ. Eternal life in us gives us a surety about eternity. നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ തന്ന് നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് തരികയാണ്. If you don't have that surety of eternity, we will live only for this earth. നിങ്ങൾക്ക് നിത്യതയെക്കുറിച്ച് ഉറപ്പില്ല എങ്കിൽ നിങ്ങൾ ഈ ലോകത്തിനു വേണ്ടി മാത്രമായിട്ട് ജീവിക്കും. ഇവിടെ എന്തെങ്കിലും കിട്ടാനായിട്ട് മാത്രമായിരിക്കും ജീവിക്കുന്നത്. പക്ഷേ നിത്യജീവൻ പ്രാപിച്ചവൻ നിത്യതയുടെ ഉറപ്പുള്ളത് കൊണ്ട് ഇവിടെ തോറ്റാലും അവനറിയാം അവിടെ ഒരു ജയത്തിന്റെ ഉത്സവമാണ്. 1 2 ഇവിടെ അവൻ താന്നു കൊടുത്താലും അവനറിയാം അവന്റെ നാഥന യേശുവ കർത്താവിനെ വീണ്ടും കാണേണ്ടി വരും നിശ്ചയം. കർത്താവിന്റെ വരവനായി ഒരുങ്ങുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരുങ്ങുക എന്ന് പറയുമ്പോൾ എല്ലാം നേരവും ഒരുങ്ങിയായിരിക്കുന്നേ. യേശു എപ്പോഴാ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ലോകത്ത് നിന്ന് മാറ്റം എപ്പോഴാ അതും അറിഞ്ഞൂടാ. ഹല്ലേലൂയ. പക്ഷെ ഏത് സമയമായിക്കോട്ടെ ഓരോ സെക്കൻഡിലും കർത്താവിൻ്റെ കൂടെ നിൽക്കാനുള്ള ഒരുക്കത്തിലാ ഒരു വിശ്വാസി. Hallelujah. He is always ready. അവൻ എപ്പോഴും തയ്യാറാ. Because it is very real for him. കാരണം അവൻ അത് വളരെ സത്യമായ വസ്തുതയാണ്. അതുകൊണ്ടാ പൗലോസ് പറയുന്ന ഞൊടി നേരത്തേക്കുള്ള കഷ്ടത. നമ്മൾ 100 അല്ല 150 വയസ്സ് വരെ ജീവിച്ചാലും അതിനെ ബൈബിൾ പറയുന്നത് ഞൊടി നേരം. ഹല്ലേലൂയ. പക്ഷേ ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാ യഥാർത്ഥ ജീവൻ ആരംഭിക്കുന്നത്. അത് വെളിപ്പെടുത്തിയവനായ യേശു ക്രിസ്തു. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തു. Hallelujah. If you go to the book of Colossians, കൊലോസ്യ ലേഖനത്തിലേക്ക് പോയാൽ you will see what happened, what was happening behind the death, what was happening in Jesus. മരണത്തിന് ശേഷം യേശുവിന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. Hallelujah. Hallelujah. Remember the word redeem. ആ വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് ഓർത്തുകൊള്ളുക. All the Bible you will see the word again and again, a prefix with every word. ആ വേദപുസ്തകത്തിൽ നമ്മൾ എപ്പോഴും ഓരോ വാക്കിന് മുമ്പിൽ അല്ലെങ്കിൽ പുനർ എന്നുള്ള വാക്ക് അത് മുൻപായിട്ട് നമ്മൾ കാണാം. And every word means that it is being restored. അതിന്റെ അർത്ഥം ഓരോ വാക്കും പറയുമ്പോൾ അത് വീണ്ടും പുറകിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. Hallelujah. Hallelujah. So the Bible says വേദപുസ്തകം പറയുന്നു in the book of Colossians, കൊലോസ്യ ലേഖനം, what happened behind the cross. എന്താണ് ക്രൂശിന് പുറകിൽ നടന്നത്? Hallelujah. Hallelujah. As Jesus is dying on the cross, യേശു കർത്താവ് ക്രൂശിന്മേലായിരുന്നു. what is happening? എന്തായിരുന്നു സംഭവിച്ചത്? Colossians chapter 2 കൊലോസ്യ ലേഖനം 2-ാം and verse 14 onwards. അതിന്റെ 14 മുതൽ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തുകൾ മായിച്ച് ക്രൂശിൽ തറച്ചു. We did not see that. നാം അത് കണ്ടില്ല. But the Holy Spirit is revealing to us എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് അത് വെളിപ്പെടുത്തി തരും. what is happening on the cross. ആ ക്രൂശിന്മേൽ എന്താ സംഭവിക്കുന്നത്? Every commandment and law
which was against us, contrary to us. ഓരോ കൽപ്പനകളും ഓരോ ന്യായപ്രമാണവും അത് നമുക്കെതിരായിരുന്നു, നമുക്ക് വിരോധമായിരുന്നു. Because we could not obey them. കാരണം അതൊന്നും നമുക്ക് അനുസരിപ്പാൻ പറ്റുന്നില്ല. That is why അതുകൊണ്ട് in the book of Romans റോമാലേഖനത്തിൽ and chapter 8 അതിന്റെ 8-ാം അധ്യായം verse 3 onwards, read it. 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ന്യായപ്രമാണത്തിന് നമ്മളെ നന്നാക്കാൻ പറ്റുന്നില്ല. Laws are there, regulation, but love was not there. നിയമങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, പക്ഷേ സ്നേഹമില്ല. But that is why the Bible says അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് we were weak നമ്മൾ ബലഹീനരാ, and we needed help. നമുക്ക് സഹായം ആവശ്യമാണ്. That is why we needed a savior. അതുകൊണ്ടാണ് നമുക്ക് ഒരു രക്ഷകനെ ആവശ്യമായി വന്നത്. That is why we should understand that without a savior we cannot come into the presence of God. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് ഒരു രക്ഷകനെ കൂടാതെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുവാൻ കഴിയില്ല. Because we are not perfect. കാരണം നമ്മൾ പൂർണ്ണതയുള്ളവരല്ലല്ലോ. If you were perfect obeying all the commandments, then there was no need for Jesus to come. നിങ്ങൾ ഈ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നവരും പൂർണ്ണതയുള്ളവരുമാണെങ്കിൽ യേശു വരേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. But Jesus came. എന്നാൽ യേശു വന്നു. Why? എന്തിനു The വേണ്ടി? Bible says പുസ്തകം പറയുന്നു that we were weak in the flesh. നാം ജഡത്തിൽ ബലഹീനരാണ്. Come on, read it. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിഞ്ഞാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന്റെ ജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിന്മേൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. പ്രമാണത്തിന്റെ നീതി പറഞ്ഞ ന്യായ പ്രമാണത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിൽ ഒരുവനായി കഴിഞ്ഞാൽ മുഴുവൻ ന്യായപ്രമാണം അനുസരിച്ചതുപോലെയാ അതിൽ ലഭിക്കുന്ന നീതി. അതുകൊണ്ടാണ് എല്ലാം അനുഗ്രഹങ്ങളും. അതുകൊണ്ട് ബൈബിളിൽ പറയുന്നത് വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും എൻ്റെ നീതി കൊണ്ടോ ഞാൻ നന്നായത് കൊണ്ടല്ല, യേശു എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് എല്ലാ വാഗ്ദത്തങ്ങളും ക്രിസ്തു മുഖാന്തരം എനിക്ക് സ്വന്തമായി തീർന്നിരിക്കുകയാണ്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തു. What happened behind the cross? Look at Colossians. ആ ക്രൂശിന് പുറകിൽ എന്താ സംഭവിച്ചു? കൊലോസ്യ ലേഖനം നോക്കാം. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. What was hindering us from the boldness to come to the throne of grace? Jesus removed that and he became the mediator of the new covenant. ആ കൃപാസിംഹാസനത്തിന് മുമ്പിൽ നാം വരുന്നതിന് തടസ്സമായി നിന്നതിനെ യേശു കർത്താവ് നീക്കം ചെയ്തിട്ട് ആ കൃപാസിംഹാസനവുമായി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു മധ്യസ്ഥനായി യേശു മാറി. Hallelujah. Hallelujah. Number 1. ഒന്ന്, because we could not obey God. നമുക്ക് ദൈവത്തെ അനുസരിപ്പാൻ കഴിവില്ലാത്തതുകൊണ്ട് Always there was guilt. എപ്പോഴും അവിടെ കുറ്റബോധമുണ്ട്, Fear. ഭയമുണ്ട്. We thought God is an enemy. നമ്മൾ വിചാരിച്ചു ദൈവം നമുക്ക് എതിരാണ്. Why? Because yes, he cannot work with us. He cannot be with us when sin is in us. സത്യമാ, പാപം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിന് ഒരിക്കലും നമ്മോട് കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയില്ല, പ്രവർത്തിക്കാനും കഴിയില്ല. And that is why the Bible says in the book of Psalms, അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ വേദപുസ്തകത്തിൽ പറയുന്നു, because of your iniquity നിന്റെ അതിക്രമങ്ങൾ നിമിത്തം I will tear you. ഞാൻ നിന്നെ കീറിക്കളയും. Hallelujah. Hallelujah. It is God speaking. അത് ദൈവം I സംസാരിക്കുകയാണ്. am angry. എനിക്ക് നിന്നോട് കോപമാണ്. Not angry but sad. നിന്നെ കുറിച്ച് എനിക്ക് ദുഃഖമാണ്. I am loving God but you are not understanding. ഞാൻ സ്നേഹിക്കുന്ന ദൈവമാ, പക്ഷെ നീ എന്നെ മനസ്സിലാക്കുന്നില്ല. But because of your iniquity എന്നാൽ നിന്റെ അതിക്രമങ്ങൾ നിമിത്തം I'll tear you. ഞാൻ നിന്നെ കീറിക്കളയും. Yes, he wanted to tear. അതെ, അവൻ കീറാൻ ആഗ്രഹിച്ച But as ദൈവമാണ്. he raised his hand to tear, എന്നാൽ കീറാൻ ദൈവം കരം ഉയർത്തുമ്പോൾ someone else came in between. മറ്റൊരുവൻ ഇടയ്ക്ക് കയറി നിൽക്കും. And his name is Jesus. അവന്റെ പേരത്ര യേശു. His name is Jesus. അവന്റെ പേരത്ര യേശു. That is why അതുകൊണ്ടത്രേ the book of Hebrews says, എബ്രായ ലേഖനം പറയുക, by the tearing of the world, that is his flesh, he
He made a new way for us to the Holy of Holies. ആ തിരശീല, ദേഹമെന്ന തിരശീല കീറുന്നതിലുണ്ട് നമുക്ക് വേണ്ടി അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരു വലുതും വിശാലവുമായ വാതിൽ തുറന്നു. By the blood of Jesus. യേശുവിന്റെ രക്തത്താൽ. Hallelujah. ഹല്ലേലൂയ. Number 1, ഒന്ന്, guilt is gone. കുറ്റബോധം പോയി. Guilt was there. അവിടെ കുറ്റം, Guilt was there. കുറ്റമുണ്ടായിരുന്നു. And number 2, രണ്ട്, the devil, who is the accuser, നമ്മളെ കുറ്റം വിധിക്കുന്ന പിശാച് always accusing you. എപ്പോഴും നിന്നെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. Hallelujah. ഹല്ലേലൂയ. Jesus, യേശു, the Bible says, വേദപുസ്തകം പറയാ, he made an open spectacle of him. അടുത്ത വായിച്ചേ, യേശു കർത്താവ് പിശാചിനെ പരസ്യക്കോലമായി മാറ്റി. അടുത്ത വാചനം. വാഴ്ചകളെയും അധികാരങ്ങളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആയുധവർഗങ്ങൾ വെപ്പിച്ചു. പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ദേവദാസനോട് ഒരാൾ ചോദിച്ചു, ഈ നിസ്സഹായനായിരിക്കുന്ന ക്രൂശിൽ കിടക്കുന്ന യേശു നിങ്ങളെ രക്ഷിക്കുമോ? അവർക്ക് അവിടെ വരെ മനസ്സിലായുള്ളൂ. പക്ഷെ അവിടെ കിടക്കുമ്പോൾ സംഭവിച്ചത് അവർക്ക് പിടികിട്ടില്ല. വചനം പറയാ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആയുധവർഗം വെപ്പിച്ചു. ഒന്ന് പറഞ്ഞേ, വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ജയോത്സവം കൊണ്ടായി അവരെ പരസ്യമായ കാഴ്ചയാക്കി. പരസ്യമായി കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങളെയും എന്നെയും കാണിച്ചു തന്നു. നിങ്ങളുടെ ശത്രു മനുഷ്യനല്ല, അവരുടെ പിന്നിൽ ഇവനാ കളിച്ചുകൊണ്ടിരിക്കുന്നത്. Hallelujah. Two things he destroyed. രണ്ട് കാര്യങ്ങളാ തകർക്കപ്പെട്ടത്. Number 1, ഒന്ന്, fear. ഭയം. Number 2, രണ്ട്, guilt. കുറ്റബോധം. That you will be now very bold in Christ Jesus to appear before the throne of grace. ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുയേശുവിൽ വളരെ ധൈര്യശാലികളായിട്ട് മാറിയിരിക്കുക, ആ കൃപാസിംഹാസനത്തിന് മുമ്പിൽ പോകുവാൻ. Hallelujah. ഹല്ലേലൂയ. That is why I have boldness today. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ധൈര്യം. By the blood of Jesus, യേശുവിന്റെ രക്തത്താൽ I am redeemed. ഞാൻ വീണ്ടെടുക്കപ്പെട്ടു. Meaning to say, അതിന്റെ അർത്ഥം, I used to be belonging to God. ഞാൻ ദൈവത്തിന്റെ വകയായിരുന്നു. By the blood of Jesus, യേശുവിന്റെ രക്തത്താൽ. by the sin of Adam I was separated. ആദാമിന്റെ പാപത്താൽ ഞാൻ അകന്നു മാറിപ്പോയി. By the death of Jesus, എന്നാൽ യേശുവിന്റെ രക്തത്താൽ, by the blood of Jesus, യേശുവിന്റെ രക്തത്താൽ I am now re-owned by God. ഞാൻ വീണ്ടും യേശുവിന്റെ വകയായി Can മാറി. you say, I belong to Jesus? ഞാൻ യേശുവിന്റെ വകയാ. That is why the Bible says, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, let the redeemed say so. ഓ വീണ്ടെടുക്കപ്പെട്ടവർ അത് പറയുന്നു. അങ്ങനെ ദൈവവചനം പറയാ, വീണ്ടെടുക്കപ്പെട്ടവൻ അത് വിളിച്ചു പറയട്ടെ. Come on again, shout and say, വീണ്ടും ആർത്ത് വിളിച്ചു പറ. Hallelujah. ഹല്ലേലൂയ. You know what you are saying? നിങ്ങൾ പറയുന്നത് എന്താണെന്ന് You അറിയാമോ? are declaring നിങ്ങൾ വിളിച്ചു പറയുക, that my total authority, എന്റെ my പൂർണ്ണ ownership, എന്റെ my ഉടമസ്ഥത, Lord, my Savior, my Redeemer is the King of Kings, the Lord of Lords. Jesus Christ is his name. എന്റെ രക്ഷകൻ, എന്റെ നാഥൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ സർവസ്വവും യേശു ക്രിസ്തു തന്നെ. Hallelujah. ഹല്ലേലൂയ. Redeemed. വീണ്ടെടുക്കപ്പെട്ടു. That is why the Bible says അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, in the book of Corinthians, കൊരിന്ത്യ ലേഖനത്തിൽ, you don't belong to yourself, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, you belong to God. നിങ്ങൾ ദൈവത്തിനുള്ളവരത്രേ. What does it mean? എന്താണ് അതിന്റെ അർത്ഥം? Whatever was my failures, എന്റെ പരാജയങ്ങൾ എന്തൊക്കെയായിരുന്നു, whatever was my weakness, എന്റെ ബലഹീനതകൾ now എന്തൊക്കെയായിരുന്നു, it is no longer mine. ഇന്ന് അതൊന്നും എന്റേതല്ല. I am crucified with Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. All my weakness, all my infirmity, all my nothings are crucified with Christ. It is no longer I, but Christ who lives in me. എന്റെ ബലഹീനതകൾ, എന്റെ പരാജയങ്ങൾ, എന്റെ കഴിവുകേടുകൾ, എന്റെ എല്ലാ ഇല്ലായ്മകളും ഇന്ന് ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അവയൊന്നും എന്റെ അല്ല, ഇന്ന് ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. That is why in 2 Corinthians 5:17 the Bible says, അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 വേദപുസ്തകം those who are in Christ Jesus, ക്രിസ്തു യേശുവിലുള്ളവർ, they are a new creation. പുതിയ സൃഷ്ടിയത്രേ. Old has gone, പഴയത് കഴിഞ്ഞു, new has come. സകലതും പുതുതായി. The powerful new man has arrived. ശക്തനായ പുതു മനുഷ്യൻ You എഴുന്നേറ്റു. can shout and tell the devil, പിശാചിനോട് നിങ്ങൾക്ക് ആർത്തു വിളിച്ചു പറയാം, devil, പിശാചേ, I am not that old weak man. ഞാൻ
ഇനി ബലഹീന മനുഷ്യനല്ല. I am that new creation in Jesus Christ. ഞാനിതാ ക്രിസ്തു യേശുവിൽ ഒരു പുതു മനുഷ്യൻ. I am a new creation ഞാനൊരു പുതു മനുഷ്യൻ. because I am redeemed by the blood of Jesus. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനത്രേ. Hallelujah. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല വിഷയങ്ങൾക്കും കർത്താവായ യേശുവിൻ്റെ കാൽവറിയിലെ മരണത്തോടുകൂടെ വിടുതൽ വന്നു കഴിഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ. കർത്താവായ യേശു ക്രൂശിക്കപ്പെടുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ സകല ബലഹീനതകളും പോരായ്മകളും ആ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു. അത് ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ സകലത്തിലും ബലവാനായി മാറുകയാണ്. ഇനി ഈ ലോകത്തിൽ എന്നെ ബലഹീനനാക്കുന്ന രോഗത്തിനോ കടഭാരത്തിനോ പ്രശ്നങ്ങൾക്കോ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. കാരണം യേശുവിൻ്റെ മരണത്താൽ ഇതിൽ നിന്നൊക്കെയും എന്നെ അവൻ ജയാളിയാക്കി മാറ്റി. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിൻ്റെ വിടുതൽ യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി നൽകി തന്നു. കർത്താവായ യേശു പറഞ്ഞ അവസാന വാക്കിതാണ്, ഇതാ സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ്റെ മരണത്താൽ ഒരു പരിഹാരം വന്നു കഴിഞ്ഞു. ഞാൻ ചെയ്യേണ്ട കാര്യം അത് ഞാൻ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യുവാൻ നമ്മുടെ മനസ്സിനെ ഒന്ന് ഒരുക്കാം. ഞാൻ വീണ്ടും പറയാം, പ്രശ്നങ്ങളിലേക്ക് നോക്കരുത്, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കോണം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ സകല ബലഹീനതകളും ഏറ്റെടുത്തു. ഈ ലോക ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളും അവിടുന്ന് കാൽവറിയിൽ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് പൂർണ്ണമായൊരു വിടുതൽ നൽകിക്കഴിഞ്ഞതിനായി സ്തോത്രം. യേശുവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഓരോ വചനങ്ങളും കർത്താവിൻ്റെ ദാസനിൽ കൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതാണെന്ന് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇന്ന് കേട്ട ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അത് അത്ഭുതമായി, വിടുതലായി, സമാധാനവും സന്തോഷവുമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശാരീരികമായി വളരെ പ്രയാസം അനുഭവിക്കുന്നവർ കേൾക്കുന്നുണ്ട്. നടക്കാൻ മേലാതെ, എഴുന്നേൽക്കാൻ പറ്റാതെ, ഒരു കാര്യവും ചെയ്യാൻ ബലമില്ലാതെ ബലഹീനത അനുഭവിക്കുന്ന പലരും കേൾക്കുന്നുണ്ട്. കർത്താവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം അവരുടെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. സർജറികൾ മാറിപ്പോകട്ടെ, ട്യൂമറുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ദാരിദ്ര്യം അനുഭവിക്കുന്ന പലരുണ്ട്, കടഭാരക്കെണിയിൽപ്പെട്ട് തകർന്നിരിക്കുന്ന പലരുണ്ട്. അവർക്ക് വേണ്ടി വഴിയും വാതിലും തുറക്കണമേ. കുടുംബജീവിതത്തിൽ അനുഗ്രഹം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. God bless you.